മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാജിവെക്കുക. അതിന് വേറൊരു കാര്യമല്ല. നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഈ സമരത്തെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. ഇനി ബാക്ക് എടുത്താളി. ഇനി നേരെ പിണറായി വിജയന്റെ വീട്ടിൽ പോയിക്കാളി. ഡിവൈഎഫ്ഐ നേതാവിനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ. ഒന്നൊന്നും അല്ല, അതിന് മുമ്പും കുറെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കണ്ണിൽ കാണൂല. കാരണം കൈരളി ചാനലിൽ ഇപ്പോഴും മുഖ്യമന്ത്രി മാറിയിട്ടില്ല. അപ്പൊ നിങ്ങളെ ചാനൽ അത് തന്നെയാണ്. പിന്നെ റിപ്പോർട്ടർ ചാനലുമാണ്. റിപ്പോർട്ടർ ചാനലിലത്തെ മുട്ട വരെ, അതായത് നമ്മൾ അർജന്റീന ടീമിന്റെ ഒരു ആരാധകൻ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ആരാധകനാണ്. അങ്ങനത്തെ ഒരു ആരാധകന് ആ ടീം തോറ്റിട്ട് അദ്ദേഹത്തിന്റെ ജോലി വാർത്ത വായിക്കുന്നതാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ വാർത്ത വായിക്കുക അതുപോലെയാണ് മുട്ടയൊക്കെ വാർത്ത വായിക്കുന്നത്. വളരെ സങ്കടത്തോടെ കൂടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക സമയത്ത് വരുന്ന കേരള സ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ ഉണ്ടല്ലോ കമ്മികളെ, നിങ്ങൾ അത് ഇപ്പൊ ഒന്ന് കാണിക്കൊണ്ടു. കാരണം ഈ ഡിവൈഎഫ്ഐ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനിക്കെതിരെ മറ്റേ കോടിയേരിയുടെ മകനൊക്കെ വീഡിയോ വരെ ചെയ്തിരുന്നു ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ. വളരെ കാരണം നേതാവിന് ആശാനല്ലാതെ വേറെ ആരും നിൽക്കൂലല്ലോ. അപ്പോ ഇത് എല്ലാ ആര് ചെയ്യുകയാണെങ്കിലും ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, കോൺഗ്രസ്സുകാരൻ ചെയ്താലും BJP-കാരൻ ചെയ്താലും UDF-കാരൻ LDF-കാരൻ ആരായാലും ഇവിടെ വിടൂല. കാരണം ഇത് സർക്കാർ വേറെയാണ്. ഇവിടെ ഒരു പാർട്ടി മെമ്പർ വിളിച്ചു പറഞ്ഞിട്ടൊന്നും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി പോരുന്ന പരിപാടികൾ ഇവിടെ അല്ല. ഇവിടെ പടലങ്ങൾ മൂഞ്ചും. കാരണം ഇത് കേരളത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഒക്കെ രാഷ്ട്രീയം കുത്തിത്തിരിയിട്ടുള്ള പരിപാടിയാണ്. ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ അത് പറ. ഇത് നാളെ നമ്മുടെ മക്കളുടെ കയ്യിലേന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യണല്ലേ. ഇത് പല തവണ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പോയ മാർച്ച് ഉണ്ടല്ലോ, ആ മാർച്ച് നേരെ യൂട്ടേൺ അടിച്ചിട്ട് പിണറായി വിജയന്റെ വീട്ടിൽ കൂടി ഒന്ന് പോകാൻ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പോകുന്നുണ്ട്. ഇത് പ്രത്യേക സമയത്ത് മാത്രം കാണുന്ന ഒരു സ്നേഹം. ബാക്കി വീഡിയോ ഉണ്ടോക്കി നിങ്ങൾ വല്ല കാര്യമുണ്ടോ? ഡിവൈഎഫ്ഐ നേതാവ് ഒരു സംഘടനയുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും ഇതേപോലുള്ള ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്. അവരെ എടുത്ത് കൈയോടെ പിടിച്ചിടുക എന്നുള്ളതാണ്. ഈ സംഘടന വഴി വരുന്ന ബന്ധമൊക്കെയാണ് ഇവരുടെ ക്ലയൻറ്റ് വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മോശമായിപ്പോയി ലഹരിവേട്ട നടന്ന് രാവിലെയാണ് തൊടുപുഴ പോലീസിന്റെ ലഹരിവേട്ട നടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18.18 ഗ്രാം MDMA-യും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. DYFI നേതാവായിട്ടുള്ള TS ഷിയാസ് ഉൾപ്പെടെ 4 പേരാണ് ആ പിടിയിലായിരിക്കുന്നത്. ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവരും ഈ ഷിയാസിന്റെ കൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഓക്കെ, ബൈ ബൈ.